സ്വന്തം ജോലി പ്രവാസിയായിരുന്നു. ആ ജോലി നഷ്ടപ്പെട്ടിട്ട് അദ്ദേഹം തുടങ്ങിയ പുതിയൊരു സംരംഭമാണ്. നാട്ടിലെ ജനങ്ങൾക്ക് നല്ല ഫുഡ് കൊടുക്കണം, വിഷരഹിതമല്ലാത്ത ഫുഡ് കൊടുക്കണമെന്ന് ആഗ്രഹിച്ച് തുടങ്ങിയ ഒരു വ്യക്തിയെ ഞാൻ വീഡിയോയിൽ കൂടി നിങ്ങളെത്താണ്. ചേട്ടാ ഒരു മിനിറ്റ് ഒന്ന് വരുമോ? മൈക്കൊന്ന് കണക്ട് ചെയ്തോട്ടെ. ചേട്ടാ നമസ്കാരം. എന്തായിരുന്നു പേര്? ഉദയൻ ചേട്ടൻ. ചേട്ടൻ പ്രവാസിയായിരുന്നല്ലേ? 17 വർഷത്തോളം പ്രവാസിയായിരുന്നു. അത് കഴിഞ്ഞ് എന്ത് പറ്റി? ഇപ്പം മോടെ കല്യാണത്തിന് വന്ന അപ്പം 18-ാം തീയതി 22-ാം തീയതി കല്യാണമായിരുന്നു. 18-ാം തീയതി എനിക്ക് പോകേണ്ടിയായിരുന്നു. കല്യാണമായിട്ട് എനിക്ക് പോകാൻ പറ്റില്ല. പിന്നെ എന്റെ വിസ ക്യാൻസലായി. അതിനു മുന്നേ ഒരു മിനിറ്റ്, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ ഫുഡ് കിട്ടത്തില്ല. ചേട്ടാ എനിക്ക് ഫുഡ് എടുത്താൽ ആദ്യം ഫുഡ് എടുത്തോണ്ട് കഴിച്ചോണ്ട് നമുക്ക് സംസാരിക്കാം. സ്പെഷ്യലായിട്ട് ഇവിടുന്ന് എന്താ കൊടുക്കുന്നത്? അതാ ചേമ്പ്. ഇപ്പോഴത്തെ ജനറേഷൻ ഒന്നും ഇത് അറിയത്തില്ല കേട്ടോ. ഏത്തക്ക, ചേമ്പ്, ചേന, പിന്നെ ഇത് മധുരക്കിഴങ്ങ്. പിന്നെ ഇത് കാച്ചില് കണ്ടാ. പിന്നെ കപ്പ. വായിൽ വെള്ളം ഊറുന്നുണ്ട് കേട്ടോ. ചേമ്പ്. അപ്പൊ ഇത്രയും സാധനമാണ് ഇവിടെ കഴിക്കാനായിട്ടുള്ളത്. ഇനി ചട്നി സെക്ഷനിലേക്ക് പോകണം. ഇതിനകത്ത് മുളക്, പിന്നെ വറ്റല് മുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം മിക്സിങ്. കൂട്ടുകളൊന്നും പറയണ്ട, എല്ലാം ചേട്ടന്റെ സ്പെഷ്യലാ. കൂട്ടുകളൊന്നും പറയണ്ട. അടുത്ത എന്തോ? അടുത്ത് പിന്നെ തൈര് സംബന്ധി കണ്ടോ. എല്ലാം നല്ല ഇതായിട്ട്, വെള്ളമൊന്നും ആയിട്ടല്ല, നല്ല ടൈറ്റ് ആയിട്ട് എല്ലാം മിക്സ് ആയിട്ട്. ഇത്രേ ഉള്ളൂ. ഞാൻ കഴിച്ചു തുടങ്ങിക്കോട്ടെ. പിന്നെ ഉണക്കിമീൻ കേട്ടോ. ഞാൻ കഴിച്ചു തുടങ്ങിക്കോട്ടെ. നമുക്ക് ഇവിടോട്ട് മാറിയിക്കാം. അല്ലേ എന്റെ പൊന്നളിയ, ഒരു വട്ടയിലും ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ കഴിക്കണം. ചേട്ടൻ അങ്ങനെയാണ്ട ഈ ഒരു സംരംഭത്തിലേക്ക് വരാൻ കാര്യം എന്താ? ഞാൻ ഇപ്പം 10-18 വർഷത്തോളം സൗദിയിലായിരുന്നു. അവിടുന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ഫുഡാണ്. നമ്മൾ സ്വന്തം ഇങ്ങനെയുള്ള സാധനം അവിടെ കിട്ടുന്നത്. നമ്മൾ ഒരു കപ്പയ്ക്ക് ഒരു ചേനയ്ക്കൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടുത്തെ ആണെങ്കിൽ 1 കിലോ ഒരു പീസ് വേണമെങ്കിൽ കപ്പ വേണമെങ്കിൽ നമുക്ക് ഇവിടുത്തെ 1 കിലോ കപ്പയുടെ വിലയാവും 1 റിയാലാവും. ഇവിടുത്തെ 50 രൂപ 20 റിയാലൊക്കെ ആവും 1 കിലോ കപ്പ വേണമെങ്കിൽ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ആരെങ്കിലും വരുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള സാധനമൊക്കെ കൊടുത്തു വിടും. അപ്പോൾ അവിടെ ആണെങ്കിൽ നമുക്ക് ഇതൊന്നും കിട്ടും. എൻ്റെ ഒരു കൂട്ടുകാരൻ ഇവിടെ തുടങ്ങിയ ബജ്ജിക്കട, അവർ നോക്കുന്ന കച്ചവടം ഇല്ലാതെ നിർത്തി. പിന്നെ ഞാൻ ഇവിടെ വന്ന് അവരെന്നോട് പറഞ്ഞത് മാറം വയ്ക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനെ കുറേ പേരോട് ചോദിച്ചു. പിന്നെ ഞാൻ നോക്കുന്ന ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ല. പിന്നെ ഞാനിങ്ങനെ തുടങ്ങി. ചേട്ടൻ പ്രവാസിയല്ലായിരുന്നോ? അതെ. എന്തെങ്കിലും പോരാൻ കാര്യം? പോരാൻ എൻ്റെ മോടെ കല്യാണത്തിന് സംബന്ധമായിട്ട് വന്നു കഴിഞ്ഞ് എനിക്ക് പോകാൻ പറ്റാതായി. ഇപ്പോൾ ഈ ഡേറ്റ് കഴിഞ്ഞു. പിന്നെ അങ്ങനെ വിസ ക്യാൻസലായി. പിന്നെ ഞാൻ നവംബറിൽ വന്നു. ഈ കഴിഞ്ഞ മാസം വരെ ഇങ്ങനെ വീട്ടിൽ വെറുതെ ഒരു പശുവൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുക. വീടുകളിൽ ചെന്ന് നമ്മൾ കാച്ചിലും കപ്പയെല്ലാം വീടുകളിൽ നിന്ന് തന്നെ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് എല്ലാം കഴുകി വൃത്തിയാക്കി പിന്നെ ഇവിടെ ഭക്ഷണം വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊണ്ടുവരും. മാത്രമല്ല ചേട്ടനെ സഹായിക്കുന്ന അമ്മയാണല്ലേ? അമ്മ അതെല്ലാം അമ്മ ഇതെല്ലാം ഉണ്ടാക്കി തരുന്നു. സ്കൂളിൽ അമ്മയ്ക്ക് കുഞ്ഞുങ്ങൾക്ക് അതിന്റെയായിട്ടുള്ള കൈപ്പുണ്യം കാണാതിരിക്കത്തില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പൊ പാചക സ്കൂളിന്റെ ഉപജില്ലയുടെ പാചക മത്സരത്തിലൊക്കെ ട്രോഫി കിട്ടിയ ആളാ കേട്ടോ. അപ്പൊ ഫുഡിന്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. നല്ല ഫുഡ്. ഫസ്റ്റ് എനിക്ക് ആണല്ലേ? ഉഴുക്ക് 6 സൈസ്, ഏത്തക്ക, പിന്നെ ചേമ്പ്, കപ്പ, കാച്ചില്, പിന്നെ മധുരക്കിഴങ്ങ്, ചേന, അങ്ങനെ 6 എണ്ണം. രാവിലെ എപ്പോ ഉണ്ടാക്കും? രാവിലെ ഞങ്ങൾ വെളുപ്പിനെ ഉണ്ടാക്കും. അവ തീരുന്നതിനനുസരിച്ച് ഉണ്ടാക്കും. 8 മണിയാകുമ്പോൾ നമ്മള് കടയിൽ കൊണ്ടുവരും. 8 മണി മുതൽ ഉച്ചയാകുമ്പോഴത്തേന് ഇത് തീരുമ്പോൾ അടുത്ത വേറെ വൈകിട്ടത്തിന് അടുത്തായിട്ട് ഇത് തന്നെ പുഴുക്കുണ്ടാകും. പിന്നെ ഏത്തക്കാപ്പം നമ്മൾ വെളിച്ചെണ്ണയില് വെളിച്ചെണ്ണയ്ക്കാപ്പം നാടനാണ്. നമ്മുടെ ഈ പോലെ അഴുക്കായി പിന്നെ കളയണ്ട. അപ്പൊ അതുകൊണ്ട് നമ്മൾ നാടൻ ഏത്തക്ക കൊണ്ട് തന്നെ വെളിച്ചെണ്ണയ്ക്കകത്ത് ഏത്തക്കാപ്പം നല്ല ഫുഡ് കൊടുക്കുന്ന അമ്മയും മോനെയും കൂടാണ് നമ്മൾ വീഡിയോയിൽ കൂടി നിങ്ങൾ എത്തിക്കുന്നത്. നിങ്ങളത് മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ. അപ്പം നമ്മുടെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്തരാം കേട്ടോ. ലൊക്കേഷൻ നമ്മുടെ പത്തനംതിട്ട SP ഓഫീസിൽ നിന്ന് മൈലപ്പുറ റോഡിലേക്ക് വരുന്ന ലയൺസ് ക്ലബ്ബ് ബീവറേജ്. ലയൺസ് ക്ലബ്ബ് കഴിഞ്ഞ് ഒരു 20 മീറ്റർ വരുമ്പോൾ വലത്ത് സൈഡിൽ തന്നെ. ഇനിയിപ്പം തുടങ്ങാൻ പോകുന്നതെന്ന് ഇലയപ്പം, പിന്നെ ഭക്ഷണയപ്പം, ഒരുപാട് ഐറ്റം ഉണ്ട്. വട്ടയപ്പം,
പിന്നെ അങ്ങനെ ഇതൊക്കെ അമ്മ തന്നെ ഉണ്ടാക്കും. അമ്മ തന്നെ ഉണ്ടാക്കിയാ. ചേട്ടൻ്റെ കടയുടെ പേരെന്തായിരുന്നു? പേര് കടയ്ക്കൊന്നും ഇങ്ങനെ ആ ഇട്ടിട്ടില്ല. പേര് കടക്കുന്നുണ്ട്. പേരിലല്ല ഭക്ഷണത്തിലാണ് കാര്യമെന്ന് പറഞ്ഞിട്ടാണ് ഈ അമ്മയും മോനും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ സ്നേഹമാണ് നമുക്ക് ഭക്ഷണമായിട്ട് തരുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് മിസ് ചെയ്യല്ലോ കേട്ടോ.